യൂസുഫ് അലൈഹിസ്സലാം മതരാഷ്ട്രവാദിയായിരുന്നു, അധികാരമോഹിയായിരുന്നു. പോയി ചെന്നിട്ട് ചോദിച്ചതെന്താ? എനിക്ക് എൻ്റെ കയ്യിലുള്ള ഈ ക്രമം നടപ്പിലാക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം വിട്ടുതരണം എന്നല്ല, പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും സ്ഥലം വിട്ടുതരണം എന്നല്ല, തരണം എനിക്ക് അധികാരം എന്നാണ്. രാജ്യം ഭരിച്ചിരുന്ന രാജാവിനോട് എനിക്ക് വേണം അധികാരം, ഈ രാജ്യത്തിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള വ്യവസ്ഥ എൻ്റെ കയ്യിലുണ്ട് എന്നാണ്. അധികാരം ചോദിച്ച യൂസുഫ് അലൈഹിസ്സലാം മതരാഷ്ട്രവാദിയാണോ? മതസംഘടനകളുടെ ആദരണീയരായ പണ്ഡിതന്മാർ വ്യക്തമാക്കേണ്ടുന്ന കാര്യമാണിത്. മഹാനായ മൂസ അലൈഹിസ്സലാം ആ രാജ്യത്ത് ഇസ്രായേൽ സമൂഹത്തെ പീഡിപ്പിച്ചിരുന്ന ഫറോവമാർ, ആ ഫറോവമാരുടെ കൊടിയ പീഡനത്തിന്റെയും മർദ്ദനത്തിന്റെയും ഫലമായി കൊണ്ട് നരകയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ സമൂഹത്തിൽ പിറന്ന പ്രവാചകൻ മൂസ അലൈഹിസ്സലാം ഒരു പ്രവാചകൻ എന്ന നിലയിൽ, ഒരു നബി എന്നുള്ള നിലയിൽ മഹാനായ മൂസ അലൈഹിസ്സലാം ചെയ്ത പണി എന്താണ്? അവിടെ നരകയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യാം, എല്ലാവർക്കും ഒരുമിച്ച് സ്വലാത്ത് സമ്മേളനങ്ങൾ നടത്താം. തീർച്ചയായും പ്രവാചകൻ ദുആ ചെയ്തിട്ടുണ്ട്, അത് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, അത് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ദുആയും ദിക്റും പ്രാർത്ഥനകളും പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകന്മാർക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് അവർ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മൂസ അലൈഹിസ്സലാമയുടെ യാത്ര അങ്ങോട്ട്, ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ, പോകണം ഫിർഔനിന്റെ അടുത്തേക്ക്, അയാൾ അതിര് കടന്നിരിക്കുന്നു, പരിധി ലംഘിച്ചിരിക്കുന്നു, അയാൾ പരിധി ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഫിർഔനിന്റെ കൊട്ടാരത്തിൽ പോകണം. പടച്ചതമ്പുരാന്റെ കൽപ്പന പ്രകാരം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് മഹാനായ മൂസ അലൈഹിസ്സലാം പറയുന്നത് എന്താ? അർസിൽ മഇയ ബനി ഇസ്രായേൽ, വിട്ടുതരണം ഈ സമൂഹത്തെ എന്നാണ്. ഒരു ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ കടന്നു ചെന്നിട്ട് ആ ഭരണാധികാരിയുടെ കീഴിലുള്ള പ്രജകളെ, ജനസമൂഹത്തെ എന്റെ കീഴിൽ എനിക്ക് ഭരിക്കാൻ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ട മൂസ അലൈഹിസ്സലാം മതരാഷ്ട്രവാദിയാണോ? അതേ വാദമാണ് ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനം ഈ രാജ്യത്തെ 10,000-കണക്കിന് പീഡിത ദലിത് പിന്നോക്ക ജനവിഭാഗങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് മോചിപ്പിക്കേണ്ടതുണ്ട്. ഇവരെ ജനാധിപത്യത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മർദ്ദനങ്ങളുടെയും പീഡനങ്ങളുടെയും വ്യവസ്ഥ മാറ്റേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിമോചന രാഷ്ട്രീയം ഇതാണ്. ജമാഅത്തെ ഇസ്ലാമി ഈ നാട്ടിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം. തീർച്ചയായും ഇതുമായി മതസംഘടനകൾക്ക് വിയോജിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. മതപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും പ്രത്യേകമായ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ, ഈ ലോകത്ത് നിലവിലുള്ള ഏതെങ്കിലും മദ്ഹബുകളുടെ പരിപോഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളോ തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നില്ല. അങ്ങനെ ഷാഫിഈ മദ്ഹബിന്റെ, ഹനഫി മദ്ഹബിന്റെ അല്ലെങ്കിൽ സലഫി മൻഹജിന്റെ ഒക്കെ ആരാധനാപരമായ സവിശേഷതകളുടെ ന്യായീകരണത്തിനും പൂർത്തീകരണത്തിനും പ്രചരണത്തിനുമൊക്കെ വേണ്ടി പ്രവർത്തിക്കാം, അതിനുവേണ്ടി സംഘടിക്കാം, അതാവാം. പക്ഷേ ഇസ്ലാമിന്റെ വിമോചന മുഖത്തെയും ഏറ്റവും നല്ല രീതിയിൽ ഈ രാജ്യത്തെ മാത്രമല്ല ഈ ലോകത്തെ മുഴുവൻ പീഡിത പിന്നോക്ക ജനവിഭാഗത്തെയും വിമോചിപ്പിക്കാൻ കരുത്തുള്ള പ്രവാചകന്മാർ അവതരിപ്പിച്ച ഈ വിമോചന പ്രത്യയശാസ്ത്രത്തെ എന്തിനാണ് നിങ്ങൾ തിരിഞ്ഞു നിന്ന് പല്ലിളിച്ച് കാണിക്കുന്നത്? ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്? അഴിമതി എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരു രാജ്യം. 1.25 ലക്ഷം കോടി രൂപയുടെ അഴിമതി കേട്ടപ്പോൾ നമ്മൾ നെട്ടി. ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾക്ക് 2 വർഷക്കാലം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയെന്ന് മേലെയെന്ന് വ്യത്യാസമില്ലാതെ 2 രൂപയ്ക്ക് 2 വർഷക്കാലം അരി കൊടുക്കാൻ കഴിയുന്ന, റേഷൻ കൊടുക്കാൻ കഴിയുന്ന തുക വെട്ടിപ്പ് നടത്തിപ്പോയിരിക്കുകയാണ്. 1.25 ലക്ഷം കോടി ചെറുതായിരിക്കുന്നു, കാരണം 2 ലക്ഷം അതിനപ്പുറം വന്നിരിക്കുന്നു. ഇങ്ങനെ വലിയ വലിയ കള്ളന്മാരുടെ അഴിമതി കഥകൾ, ചീഞ്ഞു നാറുന്ന അഴിമതി കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. മദ്യം എന്ന് പറയുന്നത് നിരോധിക്കാനുള്ള മനസ്സില്ല എന്ന് മാത്രമല്ല, ആ മദ്യമാഫിയകൾക്ക് ഇന്ത്യയെയും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും അടക്കി ഭരിക്കാൻ മാത്രമുള്ള സ്വാധീനം നൽകപ്പെടുന്ന ആധുനിക കാലഘട്ടം. ഏതെങ്കിലും ഒരു വ്യാജമദ്യ ദുരന്തമുണ്ടാകുമ്പോൾ മുതലക്കണ്ണീരൊഴിപ്പിക്കൽ മാത്രമാണ് മദ്യനിരോധന പ്രവർത്തനം. അതിനപ്പുറത്ത് ഷാപ്പുകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന, ബാറുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന, അബ്കാരി കോൺട്രാക്ടർമാരുടെ വരുമാനം കൊണ്ട് മാത്രം പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മദ്യരാജാക്കന്മാരുടെ കീഴിൽ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളും, റവന്യൂ വരുമാനത്തിന്റെ പേരിൽ മദ്യത്തെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ,
ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷത. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ കേരളത്തിന്റെ പ്രത്യേകത. മദ്യത്തിന്റെ വരുമാനത്തെക്കുറിച്ച് പറയുമ്പോൾ റവന്യൂ വരുമാനമുണ്ട് ഈ രാജ്യത്തിന്, സംസ്ഥാനത്തിന്, അതുകൊണ്ട് മദ്യം നിരോധിക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ശ്രീനാരായണീയരോട് ഗുരുദേവൻ പറഞ്ഞു, മദ്യം വെടിയണം, വിൽക്കാൻ പാടില്ല, അത് ചെത്താൻ പാടില്ല, അത് കുടിക്കാൻ പാടില്ല, വിതരണം ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർ ചോദിച്ചു, ഗുരു, ഞങ്ങളുടെ പ്രധാനമായ വരുമാന മാർഗം നിന്നുപോകും. ശ്രീനാരായണ ഗുരു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ചേറ്റുകത്തിയേക്കാൾ നല്ലത് ക്ഷൗരക്കത്തിയാണ്. നിങ്ങൾക്ക് വരുമാനത്തിന് ഇങ്ങനെ കള്ള് ചെത്താനുള്ള ചേറ്റുകത്തി തന്നെ വേണമെന്നില്ല, ക്ഷൗരക്കത്തിയാണ് നിങ്ങൾക്ക് നല്ലത്. ഇന്ത്യയും കേരളവും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണക്കാരോട് ഇത് പറയാൻ കേരളത്തിലെ ജനതക്ക് ധീരത നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, ആർജവം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മദ്യമാഫിയകളുടെ ഭരണം, രാഷ്ട്രീയ ദുരാചാരങ്ങളുടെ പരമ്പരകൾ, രാഷ്ട്രീയ മാഫിയകൾ, ക്രിമിനൽ രാഷ്ട്രീയം, എതിരാളികളുടെ കയ്യും കാലും വെട്ടിയെടുക്കാൻ മടിയില്ലാത്ത ആളുകൾ, എതിരാളികളെ ബോംബെറിഞ്ഞ് കൊല്ലാൻ മടിയില്ലാത്ത ആളുകൾ, രാഷ്ട്രീയത്തിന്റെ പേരിലാകുമ്പോൾ എത്ര സ്ഫോടനാത്മകമായ ബോംബുകളും വിശുദ്ധവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രതീതി. അങ്ങനെയാണ്. മതത്തിന്റെ ബോംബുകളാണ് പ്രശ്നം. കൈവെട്ട് പ്രശ്നമാകുന്നത് അത് കൈയാണ് വെട്ടിയത് എന്നതുകൊണ്ടല്ല, മതത്തിന്റെ പേരിൽ വെട്ടി എന്നതുകൊണ്ടാണ്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും എന്ന് വേർതിരിച്ചുകൊണ്ട് അക്രമ സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നത് അക്രമമാണ്, പ്രബുദ്ധമായ ഒരു സമൂഹത്തിന്റെ ഭൂഷണമല്ല. പക്ഷേ ഇവിടെ പറയപ്പെടുന്നു, പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയത് മഹാ അപരാധം. ശരിയാണത്, അപരാധമാണ്. പക്ഷേ പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയതുപോലെ തന്നെ അപരാധമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയമായ ക്രിമിനൽ വൽക്കരണങ്ങളും. മതത്തിന്റെ പേരിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ബോംബിനെ പോലെ തന്നെ അപകടകരമാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ബോംബുകളും. അപ്പോൾ എതിരഭിപ്രായം പറയുന്നവരെ, വിമർശിക്കുന്നവരെ, എതിർ പാർട്ടിക്കാരനെ കയ്യും കാലും വെട്ടുകയും ബോംബെറിഞ്ഞു കൊലപ്പെടുത്തുകയും ചെയ്യുന്ന അക്രമ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അഴിമതിക്കും മദ്യത്തിനും അക്രമ രാഷ്ട്രീയത്തിനും എതിരിൽ ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവരോട് നമുക്ക് ഒന്നിച്ചിരിക്കാം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ നമ്മുടെ മതസംഘടനകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന അപരാധം എന്ന് പറയുന്നു. മതസംഘടനകൾ പറയുന്നു, നിങ്ങൾ നടത്തിയ ഏറ്റവും വലിയ അപരാധം ഇതാണ്. നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളാകെ പറഞ്ഞത്, ഇവിടെ അഴിമതിക്കെതിരെ ഒരു മുന്നേറ്റമുണ്ടാകണം, ഇവിടെ മദ്യവൽക്കരണത്തിനെതിരെ ഒരു മുന്നേറ്റമുണ്ടാകണം, ക്രിമിനൽ വൽക്കരണത്തിനെതിരെ ഒരു മുന്നേറ്റമുണ്ടാകണം എന്നാണ് നമ്മൾ പറഞ്ഞത്.